പ്യാരെ ബച്ചോ ആദാബ്. ഉറുദു ദുനിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഏതാനും ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. നമുക്ക് ആകെ ഒരു ഗസലാണ് ഉള്ളത് അല്ലേ, മേരി ആവാസ് സുനോ. അതിൻ്റെ ഷായർ കൈസറുൽ ജാഫരി. പിന്നെ നമുക്ക് പഠിക്കാനുള്ള രണ്ട് നസ്മുകളാണ്, ഒന്ന് രാത്ത്, ഒന്ന് സുബഹ് കാ നസാര. രാത്ത് എഴുതിയത് ആരാണ്? ഇസ്മായിൽ മീർട്ടി. സുബഹ് കാ നസാര സാദത്ത് നസീർ. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. 1 വേർഡ് ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഈ 3 നമ്മൾ ബൈഹാർട്ടാക്കി വെക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 2 കഹാനികളാണ്. ഒന്ന് മസാവാത്ത്, അതിലുള്ള കിർദാറുകളാണ് ആനന്ദ്, ഒന്ന് ലഡ്കി. രണ്ടാമത്തെ കഹാനിയാണ് സോനെ കി ഭൂരിയാം, അതിലുള്ള കഥാപാത്രങ്ങളാണ് ബാദ്ഷാ, നൗജവാൻ, ഗാവ് കെ ലോഗ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻസാഫ് എന്ന ഡ്രാമ. ഡ്രാമയിലുള്ള കഥാപാത്രങ്ങളെ നമുക്കറിയാം: ബാദ്ഷാ ജഹാംഗീർ, ദർബാരി, ഫരിയാദി ഔരത്ത്, ബീഗം നൂർജഹാൻ, കനീസ്, ചന്ദ് സിപ്പാഹി. അപ്പോൾ ഇത് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ 15 മിനിറ്റ് മക്കൾക്കറിയാം നമ്മുടെ കൂൾ ഓഫ് ടൈമാണ്. ആ സമയം നമ്മൾ ശ്രദ്ധാപൂർവ്വം ഓരോ ചോദ്യങ്ങളും അതിലുള്ള നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്കോർ, അതേപോലെ തന്നെ സമയം, അത് നമ്മൾ പ്രത്യേകം പരിഗണിച്ച് വേണം നമ്മൾ ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതാൻ. ഇനി 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം എഴുതണം. സാധാരണ നമുക്ക് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സച്ച് പൂछिए तो मंजिर कैसे है प्यारे प्यारे देते हैं लुत्फ क्या क्या ये सुबह के नज़ारे. നമ്മുടെ സുബഹ് കാ നസാരയിലുള്ള 2 വരികളാണ്. ബച്ചോ ഉസ് ഷേർ മേ കിസ്കെ ബാരെ മേ ബയാൻ കർത്താ ഹെ. ഷാമിനെ കുറിച്ചിട്ടാണോ, സുബഹിനെ കുറിച്ചിട്ടാണോ, രാത്തിനെ കുറിച്ചിട്ടുള്ളതാണോ, ദോപഹർ? നമുക്ക് ഈ 2 ലൈൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും സുബഹാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം. ജസീറയെ മജൂലി ആജ് കിസ് നാം സെ മഷഹൂർ ഹെ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. മൗലായി മജൂലി, ജസീറയെ മൗലായി, മൗലായി ജംഗൾ, ജസീറെ ജാദവ്. നമുക്കറിയാം മൗലായി ജംഗൾ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഷുവർ ക്വസ്റ്റ്യനാണ്. എല്ലാ നമ്മുടെ കഹാനികളിലുള്ള മുക്കാലിമകൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ട് തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ 2 മുക്കാലിമകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ എ നോക്കാം. ഹാം മേരെ പാസ് സോനേക്ക് സാത്ത് പൂരിയാം ഹെ. അല്ലേ, എൻ്റെ കയ്യിൽ 7 സ്വർണ്ണ ചാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? നൗജവാൻ. ഇനി അതിൽ ബി നോക്കാം. ജഹാം പനാ മേ സച്ച് കഹ് രഹി ഹും കാത്തിൽ ആപ്കെ മഹൽ കാഹി ഹെ. ഇത് പറഞ്ഞത് ആരാണ്? ഫരിയാദി ഔരത്ത്. അല്ലേ, അതായത് ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്, കൊലയാളി നിങ്ങളുടെ മഹലിൽ തന്നെയുണ്ട് എന്നാരാ പറഞ്ഞത്? ഫരിയാദി ഔരത്ത്. അപ്പോൾ ഇതേപോലെ മക്കൾ നമ്മുടെ കഥയിലുള്ള നമുക്ക് ആകെ 2 കഹാനികളേ ഉള്ളൂ. ആ കഹാനികളിലുള്ള ഇതേപോലെ ഒരു ഡ്രാമയുണ്ട്. അതിലുള്ള എല്ലാ മുക്കാലിമകളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി 4ാമത്തെ ചോദ്യം. അഷാർ ഗൗർ സെ പഠിയേ ഉൻമേം സെ കിസാൻ കെ ബാരെ മേ ലിഖാ ഹുവാ ഷേർ ചുൻകർ ലിഖിയേ. താഴെ കൊടുത്തിരിക്കുന്ന 3 ഷേറിൽ നിന്നും നമ്മൾ കിസാനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഷേർ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. നമുക്കൊന്ന് ഷേറുകളൊന്ന് പരിചയപ്പെടാം. कितने दिनों के प्यास से होंगे यारे सोचो तो शबनम का कतरा भी जिनको दरिया लगता है गरीब आदमी जो के मजदूर है मुश्किल है जिनके बदन चोर है जागा है बूटा बूटा छड़का है गुंजा गुंजा चमका है जर्रा जर्रा रोशन है चुप्पा चुप्पा. നമുക്ക് ഇത് ഈ ഒരു ഷെയർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റത്തെ ഷെയർ ഏതാണ്? നമ്മുടെ ഗസലിലുള്ള ഷെയറാണ്. ലാസ്റ്റത്തത് സുബഹ് കാ നസാരയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? 2ാമത്തെ ഷെയറാണ് കിസാൻ കെ ബാരെ മേ ലിഖാ ഹുവാ ഷെയർ. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നസ്മുകൾ കൃത്യമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. ഒരു ഷെയർ തന്നു കഴിഞ്ഞാൽ ഏതത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി 5 से 12 तक के सवालों से किसी 6 के मुख्तसर जवाब लिखिए. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 5 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം കേട്ടോ. നോക്കാം നമുക്ക്. സോനെ കി ബൂരിയ മെഹനത്ത് കി അസ്മത്ത് പർ ലിഖി ഗയി കഹാനി ഹെ.
नौजवान उस कहानी के एक अहम किरदार है. बच्चों, आपके पसंदीदा किरदार पर നോട്ട് ലിഖിയെ. സോനയ്ക്ക് ബൂരിയാം എന്നുള്ള ആ ഒരു കഥ എന്താണ്? മെഹനത്ത് കി അസ്മത്ത് പർ, നമ്മുടെ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് അല്ലേ. നമ്മുടെ നൗജവാൻ എന്നുള്ളത് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അപ്പോൾ നിങ്ങളോട് പറയാണ് ആപ്കെ പസന്ദീദ കിർദാർ പർ നോട്ട് ലിഖിയെ. നമ്മൾ എങ്ങനെയാണ് പസന്ദീദ കിർദാർ പർ നോട്ട് എഴുതുക? നമ്മൾ പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതി നമുക്ക് ശീലമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ചോദ്യത്തിൽ നമുക്ക് തന്നെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? കഹാനി സോനയ്ക്ക് ബൂരിയാമേ മേരെ പസന്ദീദ കിർദാർ നൗജവാൻ ഹെ അല്ലേ. പിന്നെയോ നൗജവാൻ ഇസ് കഹാനി മേ ബഹുത് ബഡാ റോൾ അദാ കർത്താ ഹെ, वो बहुत मेहनत करने वाले हैं അല്ലേ. പിന്നെ അതിൽ മെയിനായിട്ടൊരു പോയിന്റ് എഴുതേണ്ടത് ഉസ്കി അക്കൽമന്ദി സെ ബാദ്ഷാക്കോ മെഹനത്ത് കി അസ്മത്ത് ദിഖായ. ഇത്രയും കാര്യങ്ങൾ എഴുതി അതിനുള്ള മാർക്കായി കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫൂലോ മേ ദിൽകശി ഹെ കാണ്ടോ മേ താസ്ഗി ഹെ, ഹർ ദിൽ മേ എക് ഖുഷി ഹെ, ഹർ സിമത്ത് രോഷനി ഹെ. ഷെയർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് നമ്മുടെ സുബഹ കാ നസാര അല്ലേ. സുബഹ കെ വക്ത് ഫൂലോ മേ ദിൽകശി और കാണ്ടോ മേ താസ്ഗി ആത്തെ ഹെ അല്ലേ. അതായത് സുബഹയ്ക്ക് വക്തിൽ ഫൂലോമേ, അതായത് ഓരോ പൂക്കളിൽ നിന്നും അതേപോലെ മുള്ളുകളിൽ പോലും നമുക്ക് എന്താ കാണാനായിട്ട് കഴിയും? താസഗി, പുതുമ. सबके दिलों में खुशी महसूस होते हैं. बच्चों, ഷീർ के रोशनी में सुबह के मंजर कशी तैयार कीजिए. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഷീറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളോട് സുബഹിൻ്റെ മൻസർ കശി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു ഷീറിൽ നിന്നും തന്നെ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെയിം ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ മക്കളത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. കാശിത്കാരി ഹമാരെ തഹസീബ് കാ ഹിസ്സാ ഹെ, खेती बाड़ी में नफ़ा व नुकसान की बात नहीं है. बच्चों, काश्तकारी की अहमियत पर नोट लिखिए. കാശിത്കാരി ഹമാരി തഹസീബ് കാ ഹിസ്സ ഹെ അല്ലേ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഖേത്തി ഭാഡിമേ, അതായത് നമ്മൾ കൃഷി ചെയ്യുന്നതിൽ നമുക്ക് നഫ വ നുക്സാൻ കി ബാത്ത് നഹി എന്നാണ്, ലാഭത്തിൻ്റെ നഷ്ടത്തിൻ്റെ ഒരു കാര്യം അതിലില്ല അല്ലേ. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ അതാണ് നമുക്ക് ചെറിയൊരു നോട്ടാക്കിയിട്ട് എഴുതേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ടത്? खेती बाड़ी नफ़ा नुकसान तक महदूद नहीं होती. ये एक ऐसा काम है जिसका ताल्लुक ज़मीन, कुदरत और माशरती अख्तार से होता है. പിന്നെന്തെഴുതാം? खेती बाड़ी न करे तो देश की तरक्की नहीं होती തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാം കേട്ടോ. ഇനി അടുത്ത ടൈപ്പിലുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊരു പാരഗ്രാഫ് തരുന്നു, അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പിൽ ചോദ്യമാണിത്. മക്കളിതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ചോദ്യ പദങ്ങൾ ഇഷാരകളായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, നമുക്ക് തന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഒരു പാരഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. കിസി ജമാനെ में एक ऐसा मुल्क था जहाँ के बाशिंदे बहुत काहिल थे. सोना पाने की उम्मीद में बरसों तक ज़मीन कूदते रहे, लेकिन उन्हें मिट्टी के अलावा कुछ न मिला. वहाँ के बाशिंदे बहुत परेशान रहते क्योंकि उनका बादशाह दौलत चाहता था और दौलत न मिल पाने से बहुत औसा में रहता था. നമുക്ക് സൂചകങ്ങളായി തന്നിട്ടുള്ള ചോദ്യ പദങ്ങൾ ഏതൊക്കെയാണ്? കോൻ, ക്യാ, കഹാം, കൈസെ, ക്യോ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ തയ്യാറാക്കാം? കാഹിൽ കോൻ തേ അല്ലേ, ഒരു ചോദ്യം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ സോനാ പാനേക്ക് ഉമ്മീദ് മേ ബാഷിന്ദേ ക്യാ കർ രഹേ ഥേ, ഒരു ചോദ്യം അങ്ങനെ ഉണ്ടാക്കിക്കൂടെ? പിന്നെ ബാദ്ഷാ കൈസേ ഥേ അല്ലേ. ഇങ്ങനെ 3 ചോദ്യങ്ങൾ, 3 നമുക്ക് അതിലേറെ ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. कोरोना एक खतरनाक वबाई मर्ज है. बच्चों, वबाई अमराज से बचने के लिए हम क्या क्या कर सकते हैं? अपने ഖയാലാത്ത് लिखिए. നമ്മുടെ ഈ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ചോദ്യമാണ്. നമുക്ക് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സൂചകങ്ങൾ നോക്കാം. ജാതി സഫായി, അതായത് വ്യക്തി ശുചിത്വം. പിന്നെ മാഹോൽ കി സഫായി, മാഹോൽ അല്ലേ, നമ്മുടെ ചുറ്റുപാടുകൾ, പ്രകൃതി. മാസ്ക്, കുതിരത്തി ഖസ. എന്താ കുതിരത്തി ഖസ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പം നമ്മുടെ ഈ സൂചകങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതാം? ജാതി സഫായിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? നമ്മുടെ ഹാത്തോം കാ ധോന അല്ലേ, നഹാന,
और पीने का पानी ले साफ पानी पीने का ज़रूर ख्याल रखना പിന്നെ माहौल की सफाई के ഈ പോയിന്റ്സിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ हमारे आसपास सफाई का ख्याल रखना चाहिए और മാസ്ക് പഹന്ന അല്ലേ തുടങ്ങിയിട്ടുള്ള അതൊരു കുതിരത്തി ഗസ ഖാന അല്ലേ അസായ ഖാനയ്ക്ക് ഖാന ചാഹിയെ അല്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അത് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയതാണ്, ടെക്സ്റ്റ് ബുക്കിലെ സെയിം ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം ഒന്നും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് 2, 3, 4 തവണ വായിച്ചിട്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കാം. ഫിത്രത്ത് के इस्तेसाल से जानवर और परिंदों को कई मुश्किलात पेश आती है. അതായത് പ്രകൃതി ചൂഷണത്തിന് വിധേയമായതുകൊണ്ട് തന്നെ നമ്മുടെ പക്ഷികളായാലും മൃഗങ്ങളായാലും ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഫിത്രത്ത് के इस्तेसाल के खिलाफ പ്രകൃതി ചൂഷണത്തിനെതിരായിട്ട് എക് ജുലൂസ് അല്ലെ ഒരു ജാഥ നിക്കൽനെ വാല പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളോട് പറയാണ് ജുലൂസ് കെ ലിയെ 3 നായരെ തയ്യാർ കീജിയെ. നമ്മുടെ ജുലൂസിന് വേണ്ടിയിട്ട് ജുലൂസിന് വേണ്ടിയിട്ട് 3 നായരകൾ തയ്യാറാക്കാൻ, മുദ്രാഗീതങ്ങൾ തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. തോടോ മത്ത് പഹാടോം കോ തോടോ മത്ത് അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇതേപോലുള്ള സെയിം ചോദ്യമുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്തതുമാണ്. അപ്പോൾ ബാക്കി നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം അല്ലേ. പേട് മത്ത് കാട്ടോ അല്ലേ, മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അരുത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 2, 3 ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു 2 നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതായത് പേട് മത്ത് കാട്ടോ അല്ലേ, മരം മുറിക്കരുത്. പേട് ഹമാര ജാൻ ഹെ. പിന്നെ ജമീൻ കി ഹിഫാസത്ത് ഇൻസാൻ കി ഹിഫാസത്ത് അല്ലേ. അപ്പോൾ തുടങ്ങിയിട്ടുള്ള പ്ലക്കാർഡും നായരകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഡോക്ടർ ജേക്കബ് എക് മഷൂർ മർബൂത്ത് കാഷിത്കാർ ഹെ. നമ്മുടെ ഡോക്ടർ ജേക്കബ് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുന്ന ഒരാളാണ്. वो सिर्फ काश्तकार ही नहीं बल्कि एक फार्म भी चलाते हैं. मरबूत काश्तकारी के बारे में आप उनसे क्या क्या सवाल करेंगे. അതായത് മർബൂത്ത് കാശ്തക്കാരിയെ കുറിച്ച് അദ്ദേഹത്തോട് നമ്മൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് 3 സവാലാത്ത് തയ്യാർ കീജിയെ. 3 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്ക് മർബൂത്ത് കാശ്തക്കാരി ക്യാ ഹെ എന്നാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം കൊടുത്തൂടെ. പിന്നെ മർബൂത്ത് കാശ്തക്കാരി സെ ഹമേ ക്യാ ക്യാ ഫായിദെ മിൽത്തെ ഹെ അല്ലേ. പിന്നെയോ ഖാദ് और बीज ये कहाँ से मिलते हैं തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കാനായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ മക്കൾ തയ്യാറാക്കാം. ഇനി തൊട്ടടുത്ത ചോദ്യം നോക്കാം. जिंदगी गुजारने के लिए मेहनत करना ज़रूरी है. देश की तरक्की में മെഹനത്തി ലോകം കാ ബഡാ ഹാത്ത് ഹെ. അതായത് ജിന്ദഗി ഗുസാർനെ കെ ലിയെ മെഹനത്ത് കർണ. നമുക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മെഹനത്ത് കർണ. നമുക്ക് അധ്വാനിക്കൽ എന്താണ്? വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ദേശ് കി തർക്കീമേ, ദേശത്തിൻ്റെ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ മെഹനത്തി ലോകം കാ ബഡാ ഹാത്ത് ഹെ. നമുക്കതറിയാം അല്ലേ. മെഹനത്തി ലോകം കാ ബഡാ ഹാത്ത് ഹെ, അതായത് അധ്വാനിക്കുന്ന ആളുകളുടെ വലിയൊരു കയ്യൊപ്പ് തന്നെ നമ്മുടെ ദേശത്തിൻ്റെ പുരോഗതിയിൽ ഉണ്ട്. ബച്ചോ മെഹനത്ത് കി അഹമിയത്ത് പർ നോട്ട് ലിഖിയെ. മെഹനത്ത് കി അഹമിയത്ത് പർ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതും നമ്മൾ നോട്ട്ബുക്കിൽ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതിൽ നമ്മൾ എഴുതേണ്ടത് മെഹനത്ത് കി അഹമിയത്ത്, അതായത് വോ ദുനിയാക്കോ ആകെ ബഡാനെ വാലേഹെ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ മെഹനത്തിൻ്റെ പ്രാധാന്യം അത് എഴുതണം. എങ്ങനെയാണ് ദേശത്തിന് പുരോഗതി നൽകുന്നത് അല്ലേ. ഹമാരെ എ ഇമാരത്ത് എ ഘർ അല്ലേ എ സാരെ तामीर करने में उनका रोल बहुत बड़ा है. और മെഹനത്ത് കി അഹമിയത്ത് പർ എന്നുള്ള ആ ഒരു നോട്ടും നിങ്ങൾ പ്രത്യേകം നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇനി തൊട്ടടുത്ത ചോദ്യം നോക്കാം. 13 से 17 तक के सवालों के किसी 4 के जवाब तफसील से लिखिए. 13 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന്, അത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്, കുറച്ചൊന്ന് വിശദീകരിച്ച് എഴുതേണ്ടി വരും. 13ാമത്തെ ചോദ്യം നോക്കാം. ആജ് ഖാനെ പീനേക്ക് തൗർ തരിക്കെ ബദൽ ഗയേ ഹെ. നമ്മുടെ തിന്നുന്നതിൻ്റെയും അതേപോലെ തന്നെ കുടിക്കുന്നതിൻ്റെ രീതി പാടെ എന്തായി മാറിയിട്ടുണ്ട്? ബദൽ ഗയേ ഹെ, മാറിയിട്ടുണ്ട്. ഗലത്ത് തർസ് ജിന്ദഗിക്ക് വജാസെ മുഖ്തലിഫ് ബീമാരിയം ബി ആത്തി ഹെ. നമുക്കറിയാവുന്നതാണ് ഗലത്ത് തർസ് ജിന്ദഗി, നമ്മുടെ ഈ തെറ്റായ ജീവിത ശൈലിയിലൂടെ
അതായത് അതിൻ്റെ കാരണത്താൽ മുഖ്തലിഫ് ബീമാരിയ, നമുക്ക് ഒരുപാട് വ്യത്യസ്ത തരങ്ങളായിട്ട് പേര് പോലും അറിയാത്ത ഒരുപാട് രോഗങ്ങൾ ഇന്ന് വരുന്നുണ്ട്. സിഹത്ത് കായം രഖ്നെ കെ ലിയെ, നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഹം ക്യാ കർ സക്തേ ഹെ, നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പനെ ഹയാലാത്ത് ലിഖിയെ, നമ്മളോട് നമ്മുടെ ഹയാലാത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഷാരകൾ കൊടുത്ത് നോക്കൂ. വർസിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യായാമം അല്ലേ. വർസിഷ് ഹം റോസാനയ്ക്ക് ബുന്യാദ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മുടെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ വർസിഷ് കർണ നിഹായത്ത് ജരൂരി ഹെ. പിന്നെ കുദരത്തി ഗസാക്ക ഇസ്തേമാൽ, നമ്മുടെ പ്രകൃതിദത്തമായി നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ മിലാവട്ടി ഗസ ചോടന അല്ലെ, മായം ചേർത്ത ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. നശേസെ ദൂരി അല്ലെ, നശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ആ ഉത്തരം എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. സൈലാബ് एक कुदरती आफत है, आजकल रियासत केरला में भी मुख्तलिफ कुदरती आफात बढ़ रही है, बच्चों कुदरती आफात बढ़ने की वजूहात क्या क्या है? എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ആപത്തുകൾ അല്ലേ, അതായത് പ്രകൃതി ദുരന്തങ്ങൾ ബഡ്നേക്ക് വുജുഹാത്ത്, അത് അധികരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? താഴെ കുറച്ച് ഇഷാരകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ള സൂചകങ്ങൾ നോക്കാം. പേട് കാട്ടണ അല്ലെ, മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുക. പിന്നെ പഹാഡ് തോടണ, മൗസലാദാർ ബാരിഷ്. അപ്പോൾ ആ സൂചകങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഉത്തരങ്ങൾ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. മുഖ്തലിഫ് ബീമാരിയോം കി വജാസെ हमारे आसपास बहुत लोग मुश्किलात का सामना करना रहे हैं, उनका ख्याल रखना हमारा फ़र्ज़ है, हम उन्हें कैसे तसल्ली देंगे, उनके मदद कैसे करेंगे, अपने ख्यालात लिखिए. അതായത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. മുഖ്തലിഫ് ബീമാരിയോം കി വജാസെ, അതായത് വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ കാരണം ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉൻകാ ഹയാൽ രഖ്ന ഹമാര ഫറസ് ഹെ, അതായത് അവരെ സംരക്ഷിക്കുക, അവർക്കൊരു സമാധാനം നൽകുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഹം ഉനെ കൈസെ തുസല്ലി ദേങ്കെ, നമുക്ക് അവരെ എങ്ങനെ സമാധാനിപ്പിക്കാം. ഉൻകോ മദദ് കർണേമേ ഹംകോ ക്യാ കർ സക്തേ ഹെ. അപ്പോൾ ആ ഒരു ഉത്തരം നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി അടുത്തത് സവാനിഹി നോട്ട് തയ്യാറാക്കാനുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്കറിയാം. അപ്പോൾ ഇതിൽ എഴുതാൻ തന്നിട്ടുള്ളത് നമുക്ക് കൈസറുൽ ജാഫരീൻ്റെ ഒരു സവാനിഹി നോട്ടാണ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഷായർമാരുടെയും എല്ലാ പ്രൊഫൈലുകളും നമ്മൾ നോക്കിയിട്ട് പോവുക. എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാ പോയിൻറ്റ്സുകളും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. പിന്നെ നമ്മൾ അതിനൊരു സവാനിഹി നോട്ടാക്കി മാറ്റാവുന്ന പണി മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മക്കളത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. इबारत और से पढ़िए और सवालों के जवाब लिखिए. सुबह सवेरे एक एम्बुलेंस की आवाज़ मुझे जगाया. मैं बाहर जाने लगी तो अम्मी ने मुझे रोका और कहने लगी, शहाना बेटी, रोशनी के अब्बा जान 3 दिन पहले विलायत से आए हैं, उनके कल से बुखार है, शायद उनको कोरोना की बीमारी होगी. ये सुनकर मैंने खिड़की से बाहर देखा तो रोशनी के घर के पास एक एम्बुलेंस खड़ी थी. पीपीई किट पहनकर 2 आदमी गाड़ी से उतरे और फौरन उसके अब्बा जान को लेकर एम्बुलेंस वहाँ से चल पड़ी. നമ്മുടെ കൊറോണ എന്നുള്ള ചാപ്റ്ററിലെ സെയിം പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഇനി ചോദ്യം നോക്കാം. വിലായത് സെ കോൻ ആയേ ഹെ, വിലായത്തിൽ നിന്നും ആരാണ് വന്നിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം വിലായത് സെ കിസ്കെ, रोशनी के अब्बा जान आए हैं. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. അമ്മീനെ ഷഹാന ബേട്ടി സെ ക്യാ കഹ, അമ്മി ഷഹാന ബേട്ടിയോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ നമുക്ക് ആ ഒരു ഡയലോഗ് തന്നെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും അല്ലേ. ഷഹാന ബേട്ടി रोशनी के अब्बा जान 3 दिन पहले विलायत से आए हैं, उनको कल से बुखार है, शायद उनको कोरोना की बीमारी होगी. ഈ കാര്യമാണ് അമ്മി ഷഹാന ബേട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. ഇനി रोशनी के घर के पास एक ആംബുലൻസ് ഖടി थी, ക്യോം, റോഷിനിയുടെ വീടിനടുത്ത് എന്തുകൊണ്ടാണ് ആംബുലൻസ് നിർത്തിയത്? അതിന് ഉത്തരം ഇതിലുണ്ട്. എന്തുകൊണ്ടാണ്? रोशनी के अब्बा जान को कोरोना है, ले उसको ले जाने के लिए ये एम्बुलेंस उनके उसके घर के पास खड़ी थी. ഓക്കെ,
അപ്പോൾ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. പിന്നെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഗസൽ, അത് എഴുതിയ ആൾ, നസ്മ്, പിന്നെ കഹാനി, അതിലുള്ള കിർദാറുകൾ, കിർദാരി നോട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ശുക്രിയ. ഖുദ ഹാഫിസ്.